തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഏറെ നിർണായകമായി CPIM-ന് വിലങ്ങുതടിയായി വിമത നേതാക്കൾ ഒരു കൂട്ടം ഉണ്ട്. ഇവിടെ നേമത്തും കഴക്കൂട്ടത്തുമൊക്കെ BJP-യെ വിജയിപ്പിക്കാൻ CPIM-ന്റെ ചില നടപടികൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-ക്ക് വിട്ടുകൊടുക്കാനുള്ള നീക്കമാണ് കേന്ദ്രവുമായി ആലോചിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ തൃശ്ശൂർ സീറ്റ് വിട്ടുകൊടുത്തതുപോലെ കൃത്യമായൊരു പ്ലാനിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള വലിയ കളികളാണ് നടക്കുന്നത്. കേരളത്തിൽ സംസ്ഥാനത്ത് ഭരണം നിലനിർത്താനും അതിന് BJP-യുടെ സഹായം തേടാനും CPM-ന് യാതൊരു മടിയുമില്ല എന്നുള്ളത് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സദാ പൊട്ടിപ്പൊളിയുന്ന പാർട്ടിയായ ജനങ്ങൾക്കും അണികൾക്കും ഒരുപോലെ വെറുപ്പുളവാക്കുന്ന രീതിയിൽ നേതൃനിര ഏറ്റവും തരം താഴ്ന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന പാർട്ടിയായ CPIM-ൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാകും എന്ന് കരുതാൻ കഴിയില്ല. ആര്യ രാജേന്ദ്രനെ പോലെ വിവരം കെട്ട ആളുകൾ CPIM-ൽ കടന്നുകൂടി എല്ലാ അധികാരവും പിടിച്ചെടുക്കുമ്പോൾ വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ പിന്നാമ്പുറങ്ങളിലേക്ക് അപ്രമാണികളിലേക്ക് പോവുകയാണ്. CPM-ൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് 2-3 പേർ അടങ്ങിയ കോക്കസാണ്. തിരുവനന്തപുരത്തെ V. ജോയിയാണ് കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത്. മധു മുല്ലശ്ശേരിയെ പോലുള്ള നിരവധി പേർ CPIM വിട്ട് BJP-യിലേക്കും മറ്റ് പാർട്ടികളിലേക്കും ചേക്കേറുന്നുണ്ട്. BJP-CPIM അന്തർധാര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തിരുവനന്തപുരം ലോക്സഭയിൽ ശശി തരൂറിനെ പരാജയപ്പെടുത്താൻ BJP-യെ ജയിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് മറിച്ച് CPIM കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം. CPIM വോട്ട് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് 22,000-ലധികം വോട്ടിൻ്റെ ലീഡ് നേടിയത്. കഴക്കൂട്ടത്ത് 11,000-ലധികം വോട്ടിൻ്റെ ലീഡ് സ്വന്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനകത്ത് ഒരു കാര്യമേ ഉള്ളൂ. ഒന്ന് ഓർക്കണം, കോവളത്തും പാറശാലയിലും നെയ്യാറ്റിക്കരയിലുമൊക്കെ തനതായ ഇടതുപക്ഷ വോട്ടുകളുണ്ട്. അതുപോലും മുൻ MP ആയിരുന്ന പന്ന്യൻ രവീന്ദ്രന് CPI സ്ഥാനാർത്ഥി ആയിരുന്നു എന്ന ഒറ്റ പേര് CPM-കാർ കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രയേറെ തരം താഴ്ന്ന രാഷ്ട്രീയമാണ് ഇവിടെ CPIM കളിക്കുന്നത്. കേരളത്തിൽ CPIM നടത്തുന്ന ഈ അനീതിക്കെതിരെയുള്ള ശക്തമായ ഒരു ഉൾപാർട്ടി ജനാധിപത്യ സമരമാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലും വിവിധ ജില്ലാ സമ്മേളനങ്ങളിലും പതിവായി നടക്കുന്നത്. ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, അദ്ദേഹം നടത്തുന്ന മാഫിയ സംഘങ്ങളെക്കുറിച്ച് അതിനെ തുറന്നു കാട്ടാൻ CPIM-ലെ പലരും കരുത്ത് ശേഖരിച്ചു വരുന്നത് സാധാരണഗതിയിൽ കാണുന്ന ഒരു സംഭവമല്ല. PV അൻവറിനെ പോലുള്ള ഇടതുപക്ഷ സ്വതന്ത്രർ മാത്രമാണ് ചങ്കുറപ്പോടെ ഇത് വിളിച്ചു പറയാൻ തയ്യാറായത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ്, ആ ലെവലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ CPIM-ലെ അടിയുറച്ച പാർട്ടി പ്രവർത്തകർ, നിരവധി ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ തുറന്നടിക്കുന്നു ആരാണ് ഈ ശശി എന്ന്. അത്തരത്തിൽ CPIM-നെ തേജോവധം ചെയ്യുകയാണ്. സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടി ചട്ടക്കൂടുകളെല്ലാം പൊളിച്ചടുക്കി അത് കയ്യിൽ കൊടുക്കാൻ തന്നെയാണ് അണികളുടെ തീരുമാനം.